അയ്യോ ശങ്കറിന്റെ അടുത്ത് വേറെ പണിക്ക് പോകാൻ പറ. ഇങ്ങനെ ആളുകളെ ഇരുന്ന് ബാധിക്കണേ തന്നെ 10 പൈസ കൊള്ളത്തില്ല. അത് ഇന്ത്യൻ ടൂ കൂടെ തെളിയിച്ചല്ലോ. അതിനേക്കാളും ബെസ്റ്റ്. നല്ല ഡാൻസ് ഇല്ല, നല്ല ഫൈറ്റ് ഇല്ല, ഒന്നുമില്ല. തീരെ ബോർ. കേട്ടില്ല, ആളെ ഇല്ല. ഓ, ഒന്നിനും കൊള്ളത്തില്ല. ഇന്ത്യൻ ടു വെച്ച് നോക്കിയ ആവറേജ് ആണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല. കുറെ ബഡ്ജറ്റ് വെറുതെ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് സമയവും കാശും ഉണ്ടെങ്കിൽ കാണാം. സൂര്യയുടെ ഇത് കൊള്ളായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ല. കൊള്ളാതെ എനിക്ക് തോന്നണല്ലോ ബ്രോ. ആവറേജ് പടം. ഇന്ത്യൻ ടു വെച്ച് നോക്കുകയാണെങ്കിൽ ആവറേജ് പടം. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പടം കൊള്ളൂല എന്ന് പറയേണ്ടി വരും. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. കുറെ ബഡ്ജറ്റ് പോയിട്ടുണ്ട്. പാട്ടിലൊക്കെ ആയിട്ട് വെറുതെ ഒരുപാട് ബഡ്ജറ്റ് പോയിട്ടുണ്ട്. കുറെ ആക്ഷൻ സീൻസ് ഒക്കെ ഉണ്ട്. ശങ്കർ പടത്തിൽ ആക്ഷൻ സീൻ, ഇന്ത്യൻ ടൂവിൽ ആക്ഷൻ സീൻസ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ്. സമയവും കാശും ഉണ്ടെങ്കിൽ പോലും കാണാം. എലിവേറ്റ് ആയില്ല. ആംസറിന് കുറച്ച് ഹൈ മൊമെന്റ്സ് ഉണ്ട്, ബട്ട് ആക്ടിങ് കൊണ്ട് അങ്ങനെ അത് കാണിച്ചെന്ന് പറയാൻ പറ്റൂല. എക്സ്പ്രഷൻസ് ഒന്നും അത്ര നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് വരുന്നില്ല. ഓവറോൾ ഒരു വൺ ടൈം വാച്ചായിട്ട് വേണേൽ തിയേറ്ററിൽ ഒന്ന് കാണാം, അങ്ങനത്തെ പറയാൻ പറ്റൂ. സോങ്സ് ഒക്കെ ബഡ്ജറ്റ് ഇറക്കിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതിപ്പോ സെറ്റ് ആണെങ്കിലും VFX ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡാൻസേഴ്സ് ആണെങ്കിലും എന്തോന്നാണെങ്കിലും നമുക്ക് ബഡ്ജറ്റ് ഇറക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. ബട്ട് സോങ് കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ലോജിക്ക് മാറ്റി വെച്ചാലും നമുക്ക് വെറുപ്പിക്കുന്ന രീതിക്കുള്ള ക്ലീഷ്യ സീൻസും ക്രിഞ്ച് സീൻസും ഉണ്ട്. ബട്ട് ലോജിക്കൊക്കെ മാറ്റി വെച്ചൊരു തെലുങ്ക് പടമാണ്. പഴയ ഒരു ലെവലിൽ നമ്മൾ ആലോചിച്ച് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെ ആലോചിച്ച് കണ്ടാൽ മേ ബി ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടും. മൈസൂരിയ പടം കൊള്ളാം, നന്നായിട്ടുണ്ട്. കാരണം ശങ്കറിന്റെ ഒരു പഴയ തിരിച്ചു വരവെന്ന് ഞാൻ പറയണില്ല, പക്ഷെ എന്നാലും പുള്ളി പണ്ടത്തെ വല്ല ഒരു കളർഫുള്ളായിട്ട് സിനിമയുടെ തന്നെ വൺ ഓഫ് ഇത്ര വലിയ ബഡ്ജറ്റ് ഇതിന് മുടക്കി അത് നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ട് കാര്യങ്ങളാണ് നന്നായിട്ട്. ഇന്ത്യൻ ടൂ എന്ന് പറഞ്ഞാൽ സെയിം പുള്ളിയുടെ എല്ലാ പടത്തിലുള്ള സെയിം കറപ്ഷൻ, അത് ഇല്ലാണ്ട് സെയിം ടെംപ്ലേറ്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ടെക്നിക്കലാണെങ്കിലും അഭിനയമാണെങ്കിലും ഫ്രോട്ടിലുണ്ട്. കമ്പാരിസൺ വെച്ച് നോക്കിയാൽ നന്നായിട്ടുണ്ട്. ഇതിന് പണ്ടത്തെ പടം വെച്ച് നോക്കിയൊന്നും അല്ല ബ്രോ. ഇന്ത്യൻ വെച്ച് നോക്കിയാൽ എത്രയോ ഭേദം. കണ്ടിരിക്കാം, പ്ലീസ് സെയിം ടെംപ്ലേറ്റ് ആണ്, കണ്ടിരിക്കുക. അത്ര വിഷ്വൽ ട്രീറ്റ് ഉണ്ടെന്ന് നോക്കിയാൽ കണ്ടിരിക്കുക. അത്ര നല്ല പടം തന്നെ. ഞാൻ നെഗറ്റീവ് പറയാൻ പറ്റില്ല, കാരണം സെയിം ടെംപ്ലേറ്റ് ഇല്ല. അതിനെന്ത് നെഗറ്റീവ് പറയും? ഇന്ത്യൻ ടു വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പടമാണ്. മാസ് മസാല മൂവി. നല്ലപോലെ ആക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മൊത്തം ചിലവ് അങ്ങനെ ചെയ്തിരിക്കുന്ന ആ പാട്ടിന് വേണ്ടിയാണ്. പിന്നെ ഒരിക്കൽ കണ്ടിരിക്കാം, അല്ല വേറെ വലിയ ഗുമ്മെന്ന് പറയാൻ വേണ്ടി വേറെ കാര്യങ്ങളൊന്നുമില്ല. കുഴപ്പമില്ല, വൺ ടൈം വാച്ച് മൂവിയാണ്. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ധീര സിനിമയും ധീര ഇതുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റൂല ചേട്ടാ. ധീര ഇത് വേറൊരു ജാനർ പടം. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന സ്റ്റോറിയാണ്. ശങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ എടുത്തിട്ടാണ് സ്റ്റോറി ആക്കുന്നത്. അതുപോലെ കാർത്തിക് സുബ്ബരായൻ്റെ ഒരു നല്ലൊരു സ്റ്റോറി, അത് സിനിമയായി. നമ്മൾ സ്ഥിരം കാണുന്ന ജാനർ. ഈ ധീരയൊക്കെ ബ്രഹ്മാണ്ഡ പടമല്ല കേട്ടോ, അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റേയില്ല, ഒരിക്കലും പറ്റൂല. നമുക്ക് വേറൊരു രീതിയിൽ കണ്ടോണ്ടിരിക്കാം. നമുക്ക് ശങ്കറിന്റെ മുൻ പടങ്ങളിലെ പോലെ അത് ആ രീതിയിലൊന്നും കണ്ടോണ്ടിരിക്കാം. അല്ലാതെ വേറെ വലിയതായിട്ട് ഗുമ്മെന്ന് പറയാൻ എടുത്തു പറയാനൊന്നുമില്ല.